ക്ഷേത്രത്തിന്റെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ക്ഷേത്രക്കുട്ടിയാണ് വരുന്നത്. വെൽക്കം ക്ഷേത്രക്കുട്ടി ഓൺ സ്റ്റേജ്. എനിക്കറിഞ്ഞൂടാ മക്കളെ. പാവേന്റൂട്ടിങ്ങനെ മോളെ ഇരുമ്പ് കൊണ്ടുള്ള ഉടുപ്പാണോ ഇട്ടേക്കുന്നത്? പടച്ചട്ടയാണോ ഇത്? എന്നെ പറയല്ലേ, സോറി എനിക്ക് അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. മീനുട്ടി, സോറി അണ്ണ. ഇഷ്ടപ്പെട്ടോ ഈ കളറോ? ആ കളറ് ഓക്കെ. എന്നാലും ഉടുപ്പിന്റെ വെയിറ്റ് കാരണം നടക്കാൻ വയ്യ അണ്ണ. സ്പോൺസറാന്ന്. മോളെ നല്ല ഉടുപ്പ് കേട്ടോ. MG അങ്കിള് മേടിച്ചു തന്നതല്ലേ, പിന്നെ അത് എങ്ങനെ ബോറാവാനാ? അതെ, നല്ല സെലക്ഷനാ. നല്ല സെലക്ഷൻ. ഇഷ്ടപ്പെട്ടില്ലേ മോക്ക്? എത്ര കുട്ടികൾക്ക് എത്ര ഉടുപ്പ് മേടിച്ചു കൊടുത്തിട്ടുള്ള കയ്യായത്. MG അങ്കിള് വാങ്ങി തന്നല്ലേ? ആ, ഇഷ്ടപ്പെട്ടോ മോക്ക്? ആ, ഇഷ്ടപ്പെട്ടു. പിന്നെ മോളെ അച്ഛൻ ആരാ കൊടുത്തതെന്ന് ചോദിക്കും. അച്ഛൻ വന്നിട്ടുണ്ടോ? അച്ഛൻ്റെ അടുത്ത് ചോദിക്ക്. മക്കളെ ചോദിക്കും. രഹസ്യമായിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. ചോദിക്ക്. കണ്ടോ അച്ഛൻ കണ്ടോ? അച്ഛൻ തന്നു അല്ലേ? അച്ഛൻ വാങ്ങിച്ചത് അങ്ങനെ തന്നേ ഉള്ളൂ. പക്ഷെ MG അങ്കിളാണ് സത്യത്തിൽ വാങ്ങിച്ചത്. പക്ഷെ ഇനിയൊരു രഹസ്യം ഞാൻ പൊട്ടിക്കാൻ പോവാ. ഇതിന്റെ പൈസ നിത്യാമാമനാണ് തന്നത്. നിത്യാമാമൻ അണ്ണാച്ചിയുടെ അടുത്ത് വിട്ടു. അണ്ണാച്ചി പറഞ്ഞു എനിക്ക് ചെന്നൈയിൽ പോകണം, അതുകൊണ്ട് എന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞ് ഞാൻ പോയി സെലക്ട് ചെയ്ത് വാങ്ങിച്ച് അച്ഛനെ കൊടുത്തു. അദ്ദേഹത്തിന്റെ കൊടുത്തു. അച്ഛൻ മോടെ കൈ തന്നു. അച്ഛനല്ല വാങ്ങി തന്ന. പിന്നെ MG അങ്കിളാ. അവിടെ ട്വിസ്റ്റ് ഉണ്ട്. ഒരു ട്വിസ്റ്റ് ഉണ്ട്. ചെറിയ പറഞ്ഞു. ഇങ്ങോട്ട് നോക്ക് പറ. ചങ്കിയാ മോളെ, അതൊന്നും അല്ല മോളെ. ഇതിന്റെ ഉത്ഭവം നിത്യാമാമൻ ഇതുവഴി പോയി അവിടെ കൊടുത്തു. എന്നിലൂടെ ഒഴുകി MG അങ്കിളിലെത്തി. അതെ. ഉടുപ്പ് കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു താങ്ക്സ് പറഞ്ഞേര്. നിത്യാമാമനൊരു താങ്ക്സ് പറഞ്ഞാൽ മതി. താങ്ക് യു. പിന്നെ ഇതിന്റെ താങ്ക് യു പറഞ്ഞേ? വെറുതെ. അപ്പൊ ഏത് പാട്ടാ പാടുന്നേ? സുന്ദരി ഭാവേ. ഓ, MG അങ്കിള് ഞാനാ അതിൽ അഭിനയിച്ചേ. ആണോ? ഇപ്പോൾ എല്ലാത്തിനും കയറി അഭിനയിക്കുന്നില്ല. എനിക്ക് സത്യത്തിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് സദൃശ്യവാ. സിദ്ദിഖ് അങ്കിള്. അതെ, ഇതിന്റെ മ്യൂസിക് മറ്റേ ഫോർ മ്യൂസിക് ഒപ്പത്തിന്റെ. അതന്നെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ മോക്ക്? അമ്മയ്ക്ക് കേക്കണം, പറയൂ. ഒരു ഉടുപ്പും കൂടെ വേണം. ഞാൻ നിത്യാമാമൻ പൈസ കൊടുക്കും. ഓർക്കസ്ട്ര മാമനെ അടിക്കണോ? ആരാ മക്കളെ? പിന്നെ നക്ഷത്രാന്നായി. അതുകൊണ്ട് തല്ലണോ? തല്ലണം. ആരെ അടിക്കേണ്ടത്? നക്ഷത്ര എന്നാ വിളിക്കുന്നേന്ന്. ആണോ? പേരുണ്ടാക്കിയ ശശിയങ്കിളാണോ വിളിച്ചത്? ശശിയങ്കിൾ അല്ലേലും അങ്ങനെ. നമുക്കൊരു കാര്യം ചെയ്യാം, പാട്ട് കഴിഞ്ഞൊക്കെ തല്ലും അടിയും ഒക്കെ ആകാം. തൽക്കാലം പാടാം അല്ലേ? ഇല്ല, ക്ഷേത്രക്കുട്ടീനെ ആരെങ്കിലും ക്ഷേത്രാന്ന് വിളിക്കാറുണ്ടോ? ക്ഷേത്ര അതാരാ? ക്ഷേത്രാന്ന് വിളിക്കുന്നേ ദേവനന്ദ ചേച്ചിയും പിന്നെ ശ്രീദർശം. ഈ ശ്രീദർശി വിടുന്നുണ്ട് പറഞ്ഞ കേട്ടോ. ക്ഷേത്രാന്നോ? അല്ല, പിന്നെ സ്മൂത്രാന്ന്. അവനെ വിടുന്ന് പറയും. വിളിക്കാറുണ്ട്. അവൻ വിളിക്കും. പിന്നെ എന്റെ ചേച്ചിനെ നക്ഷത്രാന്ന്. ദേവനന്ദ ചേച്ചി വിളിക്കും. സാറില്ല, എല്ലാരും തല്ലാം അല്ലേ?